അസൗകര്യങ്ങളുടെ നടുവിലാണ് വയനാട് മെഡിക്കൽ കോളേജ്. അതിനിടെയാണ് നിലവിലുള്ള സൗകര്യങ്ങൾ പോലും ഉപയോഗപ്പെടുത്തുന്നതിൽ ആരോഗ്യവകുപ്പിന്റെ അലംഭാവമുള്ളത്. കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയിലധികമായി. അടിയന്തര ചികിത്സ ആവശ്യമുള്ള കുട്ടികളാണ് ഇതുമൂലം കഷ്ടപ്പെടുന്നത്. ആദിവാസി മേഖലകളിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രി. മഞ്ഞപ്പിത്തം, പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം. ഈ സമയത്താണ് കുട്ടികൾക്കുള്ള ICU ഇങ്ങനെ അടഞ്ഞുകിടക്കുന്നത്. ശീതീകരണ സംവിധാനത്തിലെ തകരാറാണ് ഇത് അടച്ചിടാൻ കാരണമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ല എന്നതു മാത്രമല്ല, വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കുടുംബങ്ങൾ ഇതുമൂലം നേരിടുന്നത്. ICU അടച്ചിട്ടതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നുണ്ട്. ഏകദേശം 1 മാസത്തോളമായി അടച്ചിട്ടിട്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ തകരാറ് മനസ്സിലാക്കി അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം ഇതിലുണ്ടാക്കിയില്ല. 10 കുട്ടികളെ ചികിത്സിക്കാനുള്ള സംവിധാനമാണ് ഈ ICUവിലുള്ളത്. അടിയന്തര ചികിത്സ ആവശ്യമായി ഇവിടെ എത്തുന്ന കുട്ടികളെ മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പീഡിയാട്രിക് ICU അടച്ചിട്ടിട്ട് കഴിഞ്ഞ 30 ദിവസമായി. പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ഒരു സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥയാണിത്. മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഈ രോഗികളുടെ അവസ്ഥ കൂടി സർക്കാർ ഒന്ന് ആലോചിക്കണം. മനു ദാമോദരനൊപ്പം മിഥില ബാലൻ, 24 വയനാട്. പ്രിയങ്ക ഗാന്ധി MP ആയിട്ട് വരുന്ന സമയത്ത് വയനാട്ടിൽ ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത് ഈ മെഡിക്കൽ കോളേജാണ് എന്ന് നേരത്തെ ഈ പ്രചാരണ രംഗത്തൊക്കെ സമയത്ത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് 24ഉം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു നടപടിയൊക്കെ പെട്ടെന്നുണ്ടാവട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ, അല്ലേ? നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നു.